ഇന്ന് മാർക്കറ്റിൽ ചൈനീസ് ടോർച്ചുകളും ഹെഡ്ലൈറ്റുകളും വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്നു. എന്നാൽ ഈ ടോർച്ചുകൾ വേഗം തന്നെ കംപ്ലൈൻ്റ് ആവുന്നു. ഇതിനൊന്നെങ്കിൽ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല എന്ന പ്രോബ്ലമോ അല്ലെങ്കിൽ ചാർജിങ് കംപ്ലൈൻറ്റോ കാണുന്നു. ഇതെങ്ങനെ നിങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്ന് തന്നെ റിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ബാറ്ററി കംപ്ലൈൻ്റ് ആയതാണെങ്കിൽ ചാർജ് നിൽക്കില്ല. അതിനാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ബാറ്ററി 50 രൂപയ്ക്ക് ലഭ്യമാണ് മാർക്കറ്റുകളിൽ. ഈ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും സോൾഡർ ചെയ്ത് തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് കംപ്ലൈൻറ്റ്. അത് നിസ്സാരമായ 10 രൂപ ചിലവിൽ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ കപ്പാസിറ്ററും ലൈറ്റിൻ്റെ അകത്തുള്ള ബോർഡിലെ കപ്പാസിറ്ററും റെസിസ്റ്ററും എടുത്തു മാറ്റിക്കളഞ്ഞ ഒരു കേബിൾ ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് നൽകുക. തുടർന്ന് ചാർജിങ് പോർട്ടിൻ്റെ അവിടെ ഫീമെയിൽ സോക്കറ്റ്, നിങ്ങളുടെ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന അഡാപ്റ്റർ ഏതോ മോഡലുള്ള ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്താൽ നൽകിയാൽ മതിയാവും. സർക്യൂട്ട് ബോർഡിൽ ബ്രിഡ്ജ് ഡയോഡ് ഉള്ളതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും നോക്കേണ്ട കാര്യമില്ല. കണക്ടറിൽ 2 വയറും എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ചാർജിങ് ഇൻഡിക്കേറ്റർ തെളിയണമെങ്കിൽ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായി നൽകാൻ ശ്രദ്ധിക്കുക. തുടർന്നും ഇതുപോലെ ഉള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.